സ്ഥിരമായി ഇങ്ങനെ തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ കണ്ടോ, മണ്ണിലുള്ള മൂലകങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ പറയുന്നത് വളം കൊടുക്കാൻ പറഞ്ഞപ്പം ജൈവവളം കൊടുക്കാൻ പറഞ്ഞില്ലേ, രാസവളങ്ങൾ കൊടുത്താലത്തെ കുഴപ്പം രാസവളങ്ങളെല്ലാം തന്നെ അതുപോലെ ന്യൂട്രിയൻറ്റുകളെല്ലാം തന്നെ മണ്ണിൽ നന്നായി ലയിക്കുന്നവയാണ്. സ്ഥിരമായി മഴ പെയ്ത് അതിൽ നിന്ന് വെള്ളം ഊർന്ന് താഴേക്ക് പോകുന്ന കൂട്ടത്തിൽ ഇത്തരത്തിൽ മണ്ണിലുള്ള ലവണാംശങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെടും. ഇപ്പം നമ്മുടെ കുരുമുളകിൻ്റെ ഇല കണ്ടോ, ചെറിയ മഞ്ഞ നിറത്തിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ തണ്ടുകൾ, അതിൻ്റെ അകത്തൂടെ പോകുന്ന വെയിന് അല്ലെങ്കിൽ സിരകൾ പോലെയുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് പൊതുവെ മഗ്നീഷ്യം അതുപോലെയുള്ള മൈക്രോ ന്യൂട്രിയൻറ്റിൻ്റെ കുറവ് കൊണ്ടാണ്. അപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മണ്ണിൽ ഈ ചെടികളുടെ ചുവടുകളിൽ എപ്പോഴും നമ്മുടെ എപ്സം സോൾട്ട് 1 ഗ്രാം അല്ലെങ്കിൽ ഒരു 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി നല്ല പോലെ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കും. പക്ഷേ ഈ മഴയോടുകൂടി ചെയ്യണമെന്നില്ല. നമ്മൾ മഴ കുറച്ചൊന്ന് ഒതുങ്ങിയതിന് ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെടികൾക്ക് ചെയ്തു കൊടുത്താൽ മതി.